അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി വരെ ആകാൻ സാധ്യതയുള്ള വലിയ പണ്ഡിതനാണെന്ന് സ്വയമേ പൊക്കിപ്പറയുന്ന നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ഒരു റിയാക്റ്റിംഗ് വീഡിയോ ആണ്. അദ്ദേഹം ഈ അടുത്ത് നമ്മുടെ ആറ്റക്കോയ തങ്ങളെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഒരു കള്ളുകുടിയൻ മറ്റൊരു കള്ളുകുടിയനെ വിമർശിക്കുന്നത് പോലെ നമ്മൾ പൊതുവേ നമ്മളെന്താണ് സർവ്വസാധാരണമായി പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണമുണ്ട്. ഒരു കാലിൽ മന്തുള്ളവനെ രണ്ട് കാലിൽ മന്തുള്ളവൻ കളിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് നമ്മുടെ ആറ്റക്കോയ തങ്ങളെ വിമർശിക്കുന്നു. എന്താ വിമർശിക്കുന്നത്? ആറ്റക്കോയ തങ്ങൾക്ക് ആരോ അറബിയിലുള്ളത് മലയാളത്തിൽ എഴുതി കൊടുത്ത് അങ്ങനെ ആറ്റക്കോയ തങ്ങൾക്കത് വായിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആൾ പറയുന്നത്. അതിന് ആറ്റക്കോയ തങ്ങൾ എല്ലാ സദസ്സുകളിലും മിക്ക വീഡിയോകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വലിയ പണ്ഡിതനോ വലിയ അറിവുള്ള ആളോ അല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് ശ്രോതാക്കളായ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരത് ക്ഷമിച്ചുകൊള്ളും. മൻസൂർ മണ്ണാർക്കാട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. അതുമാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ട സമയത്തൊക്കെ അതൊക്കെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഈ പറയുന്ന മൻസൂർ മണ്ണാർക്കാടിൻ്റെ അവസ്ഥയൊന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ? നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു വീഡിയോ. മൻസൂർ മണ്ണാർക്കാടിനെ അലി എന്ന് പറയുന്ന ഒരാൾ ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. അലി ഇതേ മൻസൂർ പറയുന്നത് അലി നിസാമി എന്ന് പറഞ്ഞൊരു മുസ്ലിയാരാണ് എന്ന് പറയുന്നു. അല്ലാഹു അലം, എനിക്കറിയില്ല. ഏതായാലും അലി എന്ന് പറഞ്ഞൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് ഈ അത്ഭുതകരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ മൻസൂർ മണ്ണാർക്കാട് ഇങ്ങനെ ബബ്ബ അടിക്കുന്നുണ്ട്. കിടന്ന് ഉരുളുക എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ കിടന്ന് ഉരുളുന്ന ഒരു രംഗം ആ വോയിസിൽ നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാ. മൻസൂർ മണ്ണാർക്കാട് എന്നാണല്ലേ? അതെ. അത് പിന്നെ നിങ്ങളെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഖുർആനിൽ ഒരുപാട് അത്ഭുത സിദ്ധികൾ പറയുന്നുണ്ടല്ലോ. ഉദാഹരണം, ആദം നബീനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. അത് നമ്മള് എങ്ങനെ അള്ളാഹു ഇറക്കിയത്? അതേപോലെ ഈസാ നബീനെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തി. ഇത് എങ്ങനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത്? അതേപോലെ ഉറുമ്പുകൾ സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളിപ്പോ ഒരുപാട് കറാമത്തുകളൊക്കെ ഇങ്ങനെ നിഷേധിക്കുന്ന ഒരാളാണല്ലോ, അത് പരിഹസിക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മളിപ്പോ ഖുർആനിൽ നമ്മൾ 100% നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഖുർആനിലാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഇങ്ങനെ ഒരുപാട് കറാമത്തുകള്, എന്തെല്ലാം ഖുർആനിലെ കറാമത്തുകൾ നമ്മൾ തീരെ വിശ്വസിക്കും. ഉദാഹരണം, മൂസാ നബി അങ്ങോട്ട് മാറുമ്പോ പിന്നെ കടല് വടി കൊണ്ട് അടിച്ചു, അങ്ങോട്ട് പോയി, ബാക്കിയുള്ള രക്ഷിച്ചു. ഇപ്പൊ നമ്മള് ഖുർആനിൽ വിശ്വസിക്കുന്നോണ്ട്, അല്ലെങ്കിൽ നമ്മളെ അള്ളാഹിനെ വിശ്വസിക്കുന്നോണ്ടല്ല ഇപ്പൊ നമ്മള് വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മള് മനുഷ്യന്മാരോട് പറയുമ്പോ ഇപ്പൊ വേറെ അത് വിശ്വസിക്കാത്ത ആളുകളോട് പറയുമ്പോ ഇതിപ്പോ അവര് വിശ്വസിക്കോ?
ഒരു വടി കൊണ്ട് അടിച്ചപ്പം വലിയ കടല്, പിന്നെ രണ്ട് ഭാഗത്തേക്ക് പിളർന്ന് ആ കുറച്ചാൾക്കാര് രക്ഷപ്പെട്ട്, ആ കുറച്ചാൾക്കാര് പിന്നോട്ടായി. ആ ആ ആ ഇങ്ങനെ ആ നിങ്ങള് ആദ്യം നിഷേധിക്കുകയാണെങ്കിൽ നമ്മള് ശരിക്കും നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങള് ഖുർആൻ തന്നെ നിങ്ങൾ തള്ളു ഇക്കൊല്ലത്ത് പോയാല്. ആ അങ്ങനെ സംഭവിക്കാനും സാധ്യത ഉണ്ട് അല്ലേ? ആ അതിപ്പോ നിങ്ങളെ പേര്? എന്റെ പേര് അലീന. അലി. ആ ആ അലി. നിങ്ങൾ എവിടുന്നാ ആ വിളിക്കണു? ഞാൻ ഇവിടെ തിരൂര്. തിരൂര്. അലി 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 ചോദിച്ചതിപ്പോ പിന്നെ ചിന്താവഹമായ ഒരു കാര്യം തന്നെയാണ്. ആ അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത്, ഞാനിപ്പോ സാമ്പിള് അതെ പറഞ്ഞിന്നുള്ളൂ. അതെ, നിങ്ങൾ പറഞ്ഞപ്പോ സാമ്പിള് എന്നുള്ളത് ഇപ്പോ ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയത്, സ്വർഗ്ഗലോകത്ത്, ആ ആകാശത്ത് നിന്ന് പിന്നെ ആ സ്വർഗ്ഗലോകത്തേക്കും സ്വർഗ്ഗത്തു നിന്ന് പിന്നെ ഭൂമിയിലേക്കും ഇറക്കിയതും, അതേപോലെ ഭൂമിയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏഹ്, ആകാശത്തേക്ക് ഉയർത്തിയതും ഒക്കെ കറാമത്താന്നാ ഇപ്പൊ നിങ്ങള് പറഞ്ഞത്. നമ്മളിപ്പോ അറബിയില് നമ്മൾ എന്ത് ചെയ്യും, മുജിസത്ത് എന്ന് പറയും. അല്ല, സംഭവം ആ അത് മുജിസത്തോ കറാമത്തോ? നിങ്ങൾ നേരത്തെ ഇപ്പൊ പറഞ്ഞത് കറാമത്ത് എന്നാണ്. ആ ആരെ ഇതിപ്പോ കറാമത്താപ്പത്? നമ്മളിപ്പോ എന്ത് പറയും. അദ്ദേഹം ചോദിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ CM മടവൂരിൻ്റെ കറാമത്തിനെ എതിർക്കുന്ന ആളാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തിനെ പരസ്യമായി നിങ്ങൾ എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കടൽ വെള്ളം കോരിക്കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന് ഉപ്പില്ല എന്ന് പറഞ്ഞതിന് നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പല കറാമത്തുകളെയും നിങ്ങൾ വിമർശിക്കുന്നെങ്കിൽ നിങ്ങൾ വിമർശിക്കേണ്ടത് വിശുദ്ധ ഖുർആനെയല്ലേ? അതിലാണല്ലോ ഒരുപാട് അത്ഭുത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ബബ്ബബ്ബ അടിച്ച് ലാസ്റ്റ് ഈ അലി എന്ന് പറയുന്ന ആള് പറഞ്ഞ ഒരു വാചകത്തിൽ കടിച്ചു തൂങ്ങി. ഏതാണത്? കറാമത്ത്, മുഅ്ജിസത്ത്. അതിന് കറാമത്ത് എന്നാ പറയുക. അപ്പോൾ കിട്ടിയ വള്ളി എന്താക്കി? ആളത് കയറാക്കി, കയറാനുള്ള കയർ. അപ്പോഴും കുടുങ്ങിയെന്ന് പറഞ്ഞാൽ കറാമത്ത് എന്താണ് എന്ന് മൻസൂർ ആ സാധുവായ മനുഷ്യനോട് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം അത് വളരെ വ്യക്തമായി അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഈ പൊട്ടൻ ആര്? നമ്മൾ മൻസൂർ മണ്ണാർക്കാട് എന്ന പൊട്ടൻ അതിനൊരു ഡെഫിനിഷൻ വെച്ചത്, തഅരീഫ്, നിർവചനം വെച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇവൻ്റെ വിവരവേ കേട്ടോ. നിസാമി അല്ലേ അലി ഹസൻ? അതെ അതെ. അപ്പോൾ അലി ഹസൻ നിസാമി എന്ന് പറയുന്ന കിതാബ് ഓതി പഠിച്ച ഉസ്താദെ, കറാമത്തിന്റെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഒരു ഡെഫിനിഷൻ എന്താണ്? അതായത് അസാധാരണ ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായി ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ കറാമത്ത് എന്ന് പറയും. ഞാൻ ചോദിച്ചതിന് ഉസ്താദ് മറുപടി പറഞ്ഞില്ല. അതെ. അതായത് കറാമത്ത് എന്ന അറബ് വാക്കിന് മലയാളത്തിൽ നൽകാവുന്ന ഏറ്റവും ആപ്റ്റായ ഡെഫിനിഷൻ എന്താണ്? ഒരു കഴിവ് നമ്മൾ പറയും അല്ലേ? കറാമത്തിന് കഴിവ് എന്ന് ഏത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഒന്ന് അർത്ഥം വെച്ച് തന്നാണേ. നമ്മളിപ്പോ കറാമത്ത് എന്ന് പറഞ്ഞാൽ കറാമത്ത് ശരിക്കുള്ള പദം ഞാൻ പിന്നെ ആദരവ്, ബഹുമാനം എന്നൊക്കെയാണ് പറയാ. അതല്ല മതി ഇത്രയുള്ള ഉസ്താദെ. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്താണ് കറാമത്ത് എന്നും എന്താണ് ജഹാലത്ത് എന്നും നമ്മൾ. ഈ അലി എന്ന് പറയുന്ന ആള് അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞത് ഔലിയാക്കളിൽ നിന്നും അസാധാരണമായി ഉണ്ടാകുന്ന കാര്യം എന്നാണ് അദ്ദേഹം ചുരുക്ക രൂപത്തിൽ എന്ത് ചെയ്ത് നിർവചിക്കുന്നത്. അതല്ല, മലയാളത്തിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എന്താ പറഞ്ഞ്? കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആദരവ്. എങ്ങനെയുണ്ട് മൻസൂറിൻ്റെ ഇൽമേ? എടാ മരപ്പൊട്ട, മണ്ണാർക്കാട് സമസ്തയുടെ എത്ര മദ്രസകളുണ്ട്? അവിടെങ്കിലും പോയൊന്ന് പഠിക്കണ്ടേ? ഞങ്ങളുടെ മദ്രസകളിലൊക്കെ എന്താണ് കറാമത്ത് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അൽ കറാമത്തു അംറുൻ ഖാരിഖുൽ ലിൽ ആദ. പഠിച്ചോ മൻസൂറെ? സാധാരണയ്ക്ക് വിപരീതമായ കാര്യം,
അതാണ് കറാമത്തിൻ്റെ ഡെഫിനിഷൻ. മനസ്സിലായോ? അപ്പം ഇതുപോലും അറിയാത്ത ലോക ദുരന്തമാണ് ഈ മണ്ണാർക്കാട് മൻസൂർ. ഇദ്ദേഹമാണ് ആറ്റക്കോയ തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വല്ലാത്ത ജാതി. ഇനി നിങ്ങൾ വേറൊരു കാര്യം കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനമേ ഒന്നും കൂടെ വേറൊന്നും ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിരിക്കണ്? സൂറ ഫാത്തിർ 35-ാം അധ്യായം. എന്താ പറഞ്ഞത്? സൂറ ഫാത്തിറ, സൂറ ഫാത്തിർ. ഇവന് എന്താ ഇപ്പം ചെയ്യുക? പടച്ച റബ്ബേ, ഞങ്ങളുടെ 3-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് മുതലൊക്കെ എന്താണ് തജ്വീദ് പഠിപ്പിക്കുന്നില്ലേ? ഹാകൾ 3 ഐറ്റം: ഹാ ഉല്ലമീർ, ഹാ ഉത്തഇനീസ്, ഹാ ഉസ്സക്കത്ത്. ഹാ ഉത്തഇനീസ് എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ സന്ദർഭത്തിൽ അത് ഹാഇൻ്റെ സ്വരത്തിൽ വരും, ചേർത്തി ഓതുമ്പോൾ താഇൻ്റെ സ്വരത്തിൽ വരും. അപ്പൊ സൂറ ഫാത്തിറ എന്ന് പറയരുത് പൊട്ടോ, ദുരന്തമേ. പറയേണ്ടത് സൂറത്തുൽ ഫാത്തിർ. ഇത്തുബാക്കിൻ്റെ അക്ഷരമാണ് ത്വാ. അതെന്ത് ചെയ്യണം? നമ്മുടെ അണ്ണാക്കുമായി നാവിൻ്റെ മധ്യഭാഗം ചേരണം. സൂറത്തുൽ ഫാത്തിർ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ പറയേണ്ടി വന്ന എന്താണെന്നറിയാമോ? താങ്കൾ മഹാനായ ആറ്റക്കോയ തങ്ങളെ ഒരു കാര്യവുമില്ലാതെ വിമർശിച്ചതിൻ്റെ പേരിലാണ് ഇത് പറയേണ്ടി വന്നത്. ഇനി താങ്കൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന ആളാണല്ലോ, ഒരുപാട് റിയാക്ടിങ് വീഡിയോ ഒരുപാട് എടുക്കുന്നുണ്ട്. അതിൻ്റെ കോലം ഞാനൊന്ന് കാണിച്ചു തരാം. ഇദ്ദേഹം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നതും ഇതിനെ ഇയാളെ വ്യാഖ്യാനിക്കുന്നതും ബുദ്ധിയുള്ളവരൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ്ട് കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്രസ ഉണ്ടാക്കിനോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി കോളേജ് ഉണ്ടാക്കിനോ? ഇല്ല. ഓ, വല്ലാത്ത കണ്ടെത്തലായിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമു പഠിപ്പിച്ചിരുന്നോ? സ്വഹാബത്ത് അത് പഠിച്ചിരുന്നു. ഇന്നത്തെ പോലെ മദ്രസയൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നീട് പിൽക്കാലത്ത് മദ്രസകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാടില്ലാത്ത കാര്യമാണെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമു പഠിപ്പിക്കുവാൻ മദീന മസ്ജിദ് അതുപോലെയുള്ള സാഹചര്യങ്ങൾ, അന്നത്തെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് നവീകരിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇൽമു പഠിക്കൽ അത് ദീനാണ്, അല്ലേ? ഇനി റസൂലുള്ള പേരോട് ഉസ്താദ് എന്തിനാണ് മറുപടി പറയുന്നത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്നത്, ഇവരെപ്പോലെയുള്ള മുജാഹിദുകാർ പറയുന്നൊരു കാര്യമാണ്. നബിദിനം റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? സഹാബത്തിൻ്റെ കാലത്തുണ്ടോ? അത് ഹിജ്റ ഇത്തറിന് ശേഷം വന്നതല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഈ വാഴകൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു മറുപടിയാണ് നമ്മുടെ ഉസ്താദ് പറഞ്ഞത്. എന്താ മറുപടി? മദ്രസ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുണ്ടോ? ശരീഅത്ത് കോളേജ് റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടോ? അതുപോലെ സഹീഹുൽ ബുഖാരി ഹദീസ് ഗ്രന്ഥം റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചത്. അതിന് അവൻ പറയുന്ന പൊട്ടത്തരം നിങ്ങൾ കേട്ടില്ലേ? വല്ലാത്തൊരു റിയാക്ടിങ് തന്നെ ഇല്ലേ? വല്ലാത്ത റിയാക്ടിങ് ആണ്. അപ്പോൾ അത് അന്നില്ലാത്ത കാര്യം ഇന്ന് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തുൻ ഹസനയാണ്, ചെയ്യാൻ പറ്റുന്ന അന്നില്ലാത്ത പുതിയൊരു കാര്യം. മൗലിദ് ഇതേ രൂപത്തിൽ ആൾക്കാരെയെല്ലാം ഒരുമിച്ച് കൂട്ടി വിപുലമായ രീതിയിൽ അന്നില്ല, അത് പിന്നീട് ഉണ്ടായി. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് അത് പാടാൻ പറ്റുപോയില്ലേ, പറയാൻ പറ്റുപോയില്ലേ? ഈ രൂപത്തിൽ അന്നില്ല. അന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഈ പൊട്ടൻ റിയാക്ട് ചെയ്തതോ? അതാണ് ഏറ്റവും രസകരം.
ഇദ്ദേഹമാണ് ആറ്റക്കോയ തങ്ങളെ അദ്ദേഹത്തിൻ്റെ ഇൽമ് അളക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ അവസാനം, ഈ വീഡിയോയുടെ അവസാനത്തിൽ എൻഡിങ്ങിൽ ഒരു മരയോന്തിനെയും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും കൂടി അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാണ്, അപ്പോൾ ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു, എനിക്ക് ലിവർ ഫാക്റ്റ് ഉണ്ട്, അതുപോലെ ഷുഗറുണ്ട്, എൻ്റെ അടുത്ത് ഡോക്ടർ എക്സർസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, നിനക്ക് എക്സർസൈസ് ചെയ്യേണ്ടി വരും, ജനങ്ങളുടെ ഭക്ഷണം കഴിക്കുകയാണല്ലോ, ഇറച്ചിയും മീനും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണല്ലോ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റക്കോയ തങ്ങൾ വിമർശിക്കുന്നു. അങ്ങനെ എനിക്കതല്ല പറയാനുള്ളത്. അവസാനം ഈ ദുരന്തവും പറഞ്ഞൊരു വാചകം എന്താ, അനക്ക് വഹി വരുന്നെന്നല്ലേ പറഞ്ഞത്, വഹിയുള്ള ഒരാൾക്ക് രോഗം വരാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, എന്ത് ലോക വിഡ്ഢിത്തരമാണ് ഇദ്ദേഹം പറഞ്ഞത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്നില്ലേ? മരയോന്തേ, രോഗം വന്നില്ലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് വഹി വരുന്ന ആളല്ലേ, രോഗം വന്നില്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നില്ലേ, വഹി വരുന്ന ആളല്ലേ ആയിരുന്നോ? എവിടുന്നാ ഈ ജാതിയൊക്കെ ഇറങ്ങി വരുന്നത്? ഏതായാലും ഇതൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നല്ലോ. ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ, പടച്ചവനെ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒരാൾക്ക് ചികിത്സ നടത്തിയാൽ, ആത്മീയ ചികിത്സ നടത്തിയാൽ അദ്ദേഹത്തിന് വേറെ രോഗങ്ങളൊന്നും വരാൻ പാടില്ല, ഡോക്ടറെ കാണാൻ പാടില്ല. പുതിയൊരു അറിവാണ്. നമുക്ക് എത്രയോ ഡോക്ടർമാർ നമ്മളെ ചികിത്സിക്കുന്നുണ്ട്, അവർക്കൊക്കെ എന്തെല്ലാം രോഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ ഡിഗ്രി ഒന്നും ഇല്ലയെന്നാ പറയാ? വല്ലാത്ത ജാതി. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.